രണ്ടാമത്തെ കാര്യം, അത് സുന്നത്തിനോട് യോജിച്ചതായിരിക്കണം, മുവാഫിഖ് ബി സുന്നത്തായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് അമലുകൾ എങ്ങനെ ചെയ്യാൻ പറഞ്ഞോ അതേ നിലയിൽ അതിനോട് യോജിച്ച് ചെയ്യുന്നതായിരിക്കണം. നമ്മളൊക്കെ സാധാരണ നിലയിൽ നമ്മളുടെ അമലുകളെ മെച്ചപ്പെടുത്താനും നന്നാക്കാനും വേണ്ടി പലതും കൂട്ടിച്ചേർക്കാറുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിന് യാതൊരു വിലയുമില്ല. അമലിന്റെ ഉള്ള വില പോലും നഷ്ടപ്പെടുത്തി കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദിക്റുകളിൽ, തസ്ബീഹുകളിൽ എല്ലാം നമ്മൾ കൂടുതൽ കൂടുതൽ പറയാറുണ്ട്, കൂടുതൽ നമ്മൾ ചേർക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകളും തസ്ബീഹുകളും നമ്മൾ മാറ്റി അതിനെ കൂടുതലാക്കി പറയാറുണ്ട്. മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ എല്ലാവരുടെയും അഭിപ്രായം, മഅ്സൂറായ ഹദീസുകളിൽ വന്നിട്ടുള്ള, ഖുർആനിൽ വന്നിട്ടുള്ള ദുആക്കളുടെ വചനങ്ങൾ, ദിക്റുകളുടെ കലിമത്തുകൾ ഒരു വ്യത്യാസവുമില്ലാതെ അങ്ങനെ തന്നെ പറയണം. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബു തഹാറത്ത്, കിതാബുൽ വുളൂഇന്റെ അവസാനത്തിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തങ്ങൾ അവസാനം രാത്രി വുളൂ ചെയ്തിട്ട് ഉറങ്ങുന്ന സമയത്ത് വുളൂ ചെയ്തിട്ട് കിടക്കുമ്പോൾ പറയാനുള്ള ഒരു ദുആ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ ദുആ മടക്കി തങ്ങൾക്ക് പറഞ്ഞ് കേൾപ്പിക്കാൻ പറയുകയും അദ്ദേഹം പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. ഒരു ചെറിയ വാക്കിന്റെ വ്യത്യാസം വന്നു. اللهم أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മടക്കി പറഞ്ഞപ്പോൾ, നബി തങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ, വബി നബിയ്യികല്ലദീ അർസൽത എന്ന സ്ഥാനത്ത് വബി റസൂലികല്ലദീ അർസൽത, നബിയുടെ സ്ഥാനത്ത് റസൂൽ എന്നുള്ള വാക്ക് പറഞ്ഞു. യഥാർത്ഥത്തിൽ നബിയേക്കാൾ എത്രയോ ഉയർന്നതാണ് റസൂൽ. 1.25 ലക്ഷത്തിലധികം നബിമാരെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളതിൽ വെറും 313 ശിഷ്ടം ആളുകളാണ് റസൂലായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നബിമാരുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ആളുകളാണ്. സാഹിബുൽ കിതാബാണെന്നും സാഹിബുൽ ശരീഅത്താണെന്നും ഒക്കെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഉലമാക്കൾ പറയുന്നുണ്ട് റസൂലിനെ സംബന്ധിച്ച്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് നൽകാത്തവരെ കുറിച്ചും റസൂല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന്റെ കാരണം? ശൈഖുൽ ഇസ്ലാം ഹാഫിദ് അല്ലാമ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതിനൊരു വിശദീകരണം പറയുന്നുണ്ട്. ഇൻസാറിന്റെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിക്കപ്പെട്ടോ അവരൊക്കെയാണ് റസൂൽ. തന്റെ ഖൗമുകളെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഇൻസാറിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരൊക്കെ റസൂലാണ്. അവർക്ക് കിതാബ് ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ശരീഅത്ത് വേറെ ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഇൻസാർ ഏൽപ്പിക്കപ്പെട്ടവരാണ് റസൂല്, അല്ലാത്തവരെ കുറിച്ചാണ് നബി എന്ന് പറയുന്നത് എന്ന് ഒരു വിശദീകരണം അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ റസൂല് എന്ന് പറയുന്നത് നബിയേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. അപ്പൊ അദ്ദേഹം സഹാബി തിരിച്ചു പറഞ്ഞ വാക്ക്, നബി എന്നുള്ള സ്ഥാനത്ത് റസൂല് എന്ന് പറഞ്ഞത് ഉയർന്ന വാക്കാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ വളരെ കൂടുതലാണ്, ഉയർന്നതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ലാ ലാ ബിനബിയ്യികല്ലദീ അർസൽ, പാടില്ല, പറ്റൂല, റസൂൽ എന്നുള്ള വാക്ക് പറ്റൂല. ലാ ബിനബിയ്യികല്ലദീ അർസൽ, നബി എന്ന് തന്നെ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിന് മനസ്സിലായി ഹദീസിൽ വന്നിട്ടുള്ള ദുആക്കളുടെ വചനങ്ങളിൽ അതിൽ ഉയർന്നതാണ്, അതിനേക്കാൾ കൂടിയതാണെന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞാൽ പോലും അത് ശരിയാവുകയില്ല, അതിന്റെ പ്രയോജനമില്ല, അത് ആ സ്ഥാനത്ത് വരികയില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ തടഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞില്ല, അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ സലാത്തി ചൊല്ലുമ്പോൾ തന്നെ അത്തഹിയ്യാത്തിൽ സലാത്തി ചൊല്ലുന്നു, നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ട് സലാത്തി ചൊല്ലുന്നു. അത്തഹിയ്യാത്തിന്റെ സലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്ത് എന്താ? സലാത്ത് ഇബ്രാഹിമി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. നമ്മളൊക്കെ സലാത്ത് പറയുമ്പോൾ നന്നാക്കി പറയും, മെച്ചപ്പെടുത്തി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം. പോയി സലാത്ത് ഇബ്രാഹിമി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ ഓതാൻ പറഞ്ഞ പഠിപ്പിച്ച സലാത്ത് മാറിപ്പോയി. ഇബ്രാഹിമി സലാത്തല്ല അത്. ഇബ്രാഹിമി സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ എന്തിനാ സയ്യിദന പറയുന്നത്? ബഹുമാനത്തിന് വേണ്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വെറുതെ അങ്ങ് പറയാൻ പറ്റുമോ? വെറുതെ പറയാൻ പറ്റൂല. അപ്പച്ചി ബഹുമാനത്തോടു കൂടി പറയണം. ഇരിക്കട്ടെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, സയ്യിദിന ചേർത്ത് കൊടുക്കും, ബഹുമാനം കൂടുതലാണെന്ന്. പക്ഷെ അല്ലാഹും റസൂലും പഠിപ്പിച്ചത് എന്താ?
സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയാം. ഖുർആൻ ഓതുമ്പാണെങ്കിലും മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും, ബഹുമാനത്തിൽ കിടക്കട്ടെ, മാ കാന സയ്യിദുനാ മുഹമ്മദിൻ അബാ അഹദിൻ മിർ റിജാലിക്കും. ആരെങ്കിലും പറയൂ? ആരും ഓതൂല്ല. ഓതിയ അറിയാവുന്നവരാണെങ്കിൽ പറയുന്ന ഇമാമിന് അടി കിട്ടും. ഇമാമിനെ അന്നേ തന്നെ ഒഴിവാക്കും, ഖുർആനിൽ കടത്തിക്കൂട്ടി എന്ന് പറഞ്ഞു. ഓതാൻ പാടില്ല. മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. ആരും ഓതാറില്ല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. ഓതാൻ പാടില്ല. ഓതിയാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും, ഇല്ലാത്തത് പറഞ്ഞതുകൊണ്ട്. അതുപോലെ എന്താണോ ഹദീസിലും ഖുർആനിലും വന്നിട്ടുള്ളത് അത് മാറ്റി പറയാൻ പാടില്ല. ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും പഠിപ്പിക്കുന്നു, ഖുർആനിൽ ദുആ പറഞ്ഞിരിക്കുന്നത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. മുസ്ലിയാക്കന്മാർ പറയും, സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, കൂടെ ഇരിക്കുന്ന മഅ്മൂമീങ്ങളെ എല്ലാവരെയും പെടുത്തണമല്ലോ, അതുകൊണ്ട് റബ്ബയാനാ സിഗാറ. ചില ആൾക്കാർ റബ്ബൗനാ സിഗാറ ഒക്കെ അവർക്ക് ഇഷ്ടം പോലെ വാക്കുകൾ മാറ്റി മാറ്റി പറയാറുണ്ട്. പക്ഷേ ഈ ദുആയ്ക്ക് ഖുർആനിന്റെ വചനത്തിനുള്ള മഹത്വം കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നാവിൽ നിന്ന് വന്ന വചനങ്ങളുടെ നൂറ്, അതിന്റെ പ്രകാശം വന്ന് മറ്റൊന്നാണ്. അത് നമുക്ക് നമ്മുടെ വചനങ്ങളിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇത് മാറ്റി പറയാൻ പാടില്ല, അങ്ങനെ തന്നെ പറയണമെന്നുള്ളത്.